ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസിൽ വേൾഡ് ഹിസ്റ്ററി എന്ന ഭാഗത്തു നിന്നും ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവമൊക്കെ പഠിച്ചു. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഓർക്കുക, നല്ല പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നല്ല കൃത്യമായ രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക, ഒപ്പം തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം എന്ത് മനസ്സിലാക്കിയിരിക്കണം? അതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണെങ്കിലും പറഞ്ഞു, വിപ്ലവങ്ങൾ പഠിക്കാൻ നേരത്തെ നമ്മൾ ആ പശ്ചാത്തലം ആദ്യം മനസ്സിലാക്കി വെക്കുക. അതായത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ആ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ട്സ് നമ്മൾ പഠിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. റഷ്യൻ വിപ്ലവം ആ സമയത്ത് റഷ്യയിൽ ഭരണം നടത്തിയിരുന്നത് സർ ചക്രവർത്തിമാരായിരുന്നു. അതിൽ തന്നെ റഷ്യൻ വിപ്ലവം നടക്കുന്നതിന് ആ സമയത്ത് ഭരണം നടത്തിയിരുന്നത് സർ നിക്കോളാസ് രണ്ടാമനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണം അട്ടിമറിക്കുകയും കെരൻസ്കി അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ കെരൻസ്കി അധികാരം പിടിച്ചെടുത്തെങ്കിലും എന്ത് സംഭവിച്ചില്ല? നല്ല രീതിയിൽ ഭരണം നടത്തിയില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്തു? ലെനിൻ അധികാരം പിടിച്ചെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഈ സംഭവവികാസങ്ങളൊക്കെ നടക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് സംഭവത്തിലൂടെയാണ്. ഒന്ന് ഏതാണ്? ഫെബ്രുവരി വിപ്ലവം, അതുപോലെ തന്നെ ഒക്ടോബർ വിപ്ലവം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കൃത്യമായി പഠിച്ചാൽ തന്നെ നമുക്ക് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചിട്ട് നല്ലൊരു ഐഡിയ കിട്ടും. അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കി പോവുക. അപ്പോൾ റഷ്യൻ വിപ്ലവം നടക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന്, ഈ സർ ചക്രവർത്തിമാരുടെ സ്വേച്ഛാധിപത്യ ഭരണം. അവർ എങ്ങനെയായിരുന്നു? സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതെന്ത് ചെയ്തു? ജനങ്ങളിൽ വലിയ അളവിൽ തന്നെ അസംതൃപ്തി ഉണ്ടാക്കി. അതെന്തിന് കാരണമായി? റഷ്യൻ വിപ്ലവത്തിന് കാരണമായി. അതുപോലെ തന്നെ അവിടെ നടന്നു? ഒരു സാമ്പത്തിക സാമൂഹിക അസമത്വം നിലനിന്നിരുന്നു. ഇതിനെതിരെ ചെയ്തു? ആ കാലത്തെ അവിടെയുള്ള ചിന്തകന്മാരൊക്കെ ശബ്ദമുയർത്തി. അതും എന്തിനു കാരണമായി? റഷ്യൻ വിപ്ലവത്തിന് കാരണമായി. അതുപോലെ തന്നെ അവിടുത്തെ കാർഷിക മേഖലയുടെ എല്ലാ തകർച്ചയും റഷ്യൻ വിപ്ലവത്തിലേക്ക് വഴിതെളിച്ചു. അപ്പം നമുക്ക് നോക്കാം, റഷ്യൻ വിപ്ലവം എന്താണെന്ന് വിശദമായിട്ട് പഠിക്കാം. അതിലെ ഫാക്ട്സ് നമുക്ക് പഠിച്ചു തന്നെ പോകാം. 20-ാം നൂറ്റാണ്ടിൽ റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ പരമ്പരയാണ് എന്തെന്ന് പറയുന്നത്? റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. കാരണം എന്തൊക്കെ നടന്നു? നമ്മൾ പറഞ്ഞു, ഫെബ്രുവരി വിപ്ലവം നടന്നു, ഒക്ടോബർ വിപ്ലവം നടന്നു, അങ്ങനെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നടന്നു. അതാണ് പറയുന്നത് വിപ്ലവങ്ങളുടെ ഒരു പരമ്പരയാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, 20-ാം നൂറ്റാണ്ടിൽ റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ പരമ്പരയാണ് റഷ്യൻ വിപ്ലവം. ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. ഓർത്തിരിക്കുക, ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം ഏതാണെന്ന് ചോദിച്ചാൽ അത് റഷ്യൻ വിപ്ലവമാണ്. ഈ റഷ്യൻ വിപ്ലവം നടന്ന വർഷം പ്രധാനമാണ്. ഓർത്തിരിക്കുക, 1917 റഷ്യൻ വിപ്ലവം നടക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. റഷ്യൻ വിപ്ലവ സമയത്തെ സർ ചക്രവർത്തി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സർ നിക്കോളാസ് രണ്ടാമനായിരുന്നു റഷ്യയിൽ ഭരണം നടത്തിയിരുന്നത്. റഷ്യൻ വിപ്ലവ സമയത്തെ സർ ചക്രവർത്തി സർ നിക്കോളാസ് രണ്ടാമനാണ്. അപ്പം നമുക്ക് നോക്കാം, 20-ാം നൂറ്റാണ്ടിൽ റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ പരമ്പരയാണ് റഷ്യൻ വിപ്ലവം. ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. അതുപോലെ റഷ്യൻ വിപ്ലവം നടന്ന വർഷം ചോദിച്ചാൽ 1917. റഷ്യൻ വിപ്ലവ സമയത്തെ സർ ചക്രവർത്തി സർ നിക്കോളാസ് രണ്ടാമനാണ്. റഷ്യൻ വിപ്ലവ സമയത്ത് മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകൃതമായ പാർട്ടിയാണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഓർത്തിരിക്കുക, റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. എന്തിനു വേണ്ടിയിട്ട്? വിപ്ലവ സമയത്ത് മാർക്സിസ്റ്റ് ആശയങ്ങൾക്ക് അധിഷ്ഠിതമായി
തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകൃതമായ ഒരു പാർട്ടി, അതായത് തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ട് രൂപം കൊണ്ട ഒരു പാർട്ടിയാണ് ഇത് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്നത്. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ലിയോ ടോൾസ്റ്റോയി ആണ്. ഓർത്തിരിക്കുക, റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയി ആണ്. ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓർത്തിരിക്കുക, റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറുവാൻ ഉണ്ടായ കാരണം ഏതാണ്? റഷ്യൻ വിപ്ലവത്തെ തുടർന്നാണ് റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറിയത്. അതുപോലെ റഷ്യൻ വിപ്ലവത്തിന്റെ മുഖ്യ മുദ്രാവാക്യം നമ്മൾ ഓർത്തിരിക്കുക. റഷ്യൻ വിപ്ലവത്തിന്റെ മുഖ്യ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഭൂമി, ആഹാരം, സമാധാനം എന്നതായിരുന്നു. അപ്പൊ നമ്മൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു അല്ലെ, പ്രധാനപ്പെട്ട വിപ്ലവങ്ങളുടെ മുദ്രാവാക്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അതുപോലെ ഇയർ ഓർത്തിരിക്കുക. ഇതൊക്കെ എന്താണ്? വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഓർത്തിരിക്കുക, റഷ്യൻ വിപ്ലവത്തിന്റെ മുഖ്യ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഭൂമി, ആഹാരം, സമാധാനം എന്നതായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം, റഷ്യൻ വിപ്ലവ സമയത്ത് മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകൃതമായ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയാണ്. അതുപോലെ റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറുവാൻ ഉണ്ടായ കാരണം ചോദിച്ചാൽ അത് റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവത്തിന്റെ മുഖ്യ മുദ്രാവാക്യം എന്താണ്? ഭൂമി, ആഹാരം, സമാധാനം എന്നതായിരുന്നു. റഷ്യൻ വിപ്ലവത്തിന്റെ മറ്റു മുദ്രാവാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൃഷിഭൂമി കർഷകർക്ക്, ഭക്ഷണം പാവങ്ങൾക്ക്, അധികാരം തൊഴിലാളികൾക്ക്, സ്വാതന്ത്ര്യം എല്ലാവർക്കും എന്നതായിരുന്നു മറ്റൊരു മുദ്രാവാക്യം. എന്താണ്? കൃഷിഭൂമി കർഷകർക്ക്, ഭക്ഷണം പാവങ്ങൾക്ക്, അധികാരം തൊഴിലാളികൾക്ക്, സ്വാതന്ത്ര്യം എല്ലാവർക്കും എന്നതായിരുന്നു മറ്റ് മുദ്രാവാക്യം. സോഷ്യൽ ഡെമോക്രാറ്റ് വർക്കേഴ്സ് പാർട്ടി പിന്നീട് രണ്ടായി പിരിഞ്ഞ വിഭാഗങ്ങളാണ് ഏതൊക്കെ? മെൻഷേവിക്കുകൾ എന്നും ബോൾഷേവിക്കുകൾ എന്നും. നമ്മൾ പറഞ്ഞു, മാർക്സിസം എന്ന ആശയത്തിൽ അധിഷ്ഠിതമായിട്ട് തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ട് രൂപം കൊണ്ട പാർട്ടിയാണ് ഏത്? സോഷ്യൽ ഡെമോക്രാറ്റ് വർക്കേഴ്സ് പാർട്ടി എന്നത്. അത് പിന്നീട് എന്ത് ചെയ്തു? ഈ സോഷ്യൽ ഡെമോക്രാറ്റ് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് പിരിഞ്ഞു. ഏതൊക്കെ? മെൻഷേവിക്കുകൾ എന്നും ബോൾഷേവിക്കുകൾ എന്നും. മെൻഷേവിക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂനപക്ഷം വരുന്ന, ന്യൂനപക്ഷം എന്നതാണ് മെൻഷേവിക്കുകൾ. അപ്പോൾ ബോൾഷേവിക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂരിപക്ഷം എന്നതാണ്. ഓർത്തിരിക്കുക, സോഷ്യൽ ഡെമോക്രാറ്റ് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്നത് തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ട് രൂപം കൊണ്ട ഒരു പാർട്ടിയാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് എന്തായിരുന്നു? മാർക്സിസം ആയിരുന്നു. മാർക്സിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു ഏത്? സോഷ്യൽ ഡെമോക്രാറ്റ് വർക്കേഴ്സ് പാർട്ടി എന്നത്. പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു? ഈ സോഷ്യൽ ഡെമോക്രാറ്റ് വർക്കേഴ്സ് പാർട്ടി രണ്ടായി പിരിയുകയും മെൻഷേവിക്കുകൾ എന്നും ബോൾഷേവിക്കുകൾ എന്നും രണ്ടായി പിരിഞ്ഞു. ഇനി നമുക്ക് നോക്കാം, ബോൾഷേവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ലെനിൻ, ട്രോട്സ്കി എന്നിവരാണ് എന്ത് ചെയ്തത്? ബോൾഷേവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത്. അതായത് ഭൂരിപക്ഷം അല്ലെ, ഭൂരിപക്ഷം വരുന്ന ബോൾഷേവിക്കുകൾക്ക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിൻ, ട്രോട്സ്കി എന്നിവരാണ്. മെൻഷേവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ കെരൻസ്കി ആണ്. ഓർത്തിരിക്കുക, അലക്സാണ്ടർ കെരൻസ്കി ആണ് ഏത്? മെൻഷേവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത്. അപ്പൊ നമുക്ക് നോക്കാം, റഷ്യൻ വിപ്ലവത്തിന്റെ മറ്റു മുദ്രാവാക്യമാണ് കൃഷിഭൂമി കർഷകർക്ക്, ഭക്ഷണം പാവങ്ങൾക്ക്, അധികാരം തൊഴിലാളികൾക്ക്, സ്വാതന്ത്ര്യം എല്ലാവർക്കും എന്നത്. ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് രൂപം കൊണ്ട പാർട്ടിയായ സോഷ്യൽ ഡെമോക്രാറ്റ് വർക്കേഴ്സ് പാർട്ടി പിന്നീട് രണ്ടായി പിരിഞ്ഞ വിഭാഗങ്ങളാണ്. ഒന്ന് മെൻഷേവിക്കുകൾ അഥവാ ന്യൂനപക്ഷം, ബോൾഷേവിക്കുകൾ. അതിന്റെ അർത്ഥം വരുന്നത് എന്താണ്? ഭൂരിപക്ഷം. ബോൾഷേവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയവരാണ് ലെനിൻ, ട്രോട്സ്കി എന്നിവർ. എന്നാൽ മെൻഷേവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കി ആണ്. ഇനി നമുക്ക് നോക്കാം, രക്തരൂഷിതമായ ഞായറാഴ്ച, ബ്ലഡി സൺഡേ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ ഇത് ഓർത്തിരിക്കണം. ഇത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ റഷ്യൻ വിപ്ലവവുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്? രക്തരൂഷിതമായ വിപ്ലവം. അപ്പൊ ഇതുപോലത്തെ പ്രധാനപ്പെട്ട ഹെഡിങ്സ് എന്ത് ചെയ്യണം? നമ്മൾ ഓർത്തിരിക്കണം.
ഏത് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന്. അപ്പൊ നമുക്ക് നോക്കാം. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് പ്രകടനം നടത്തിയ വർഷം ഏതാണ്? 1905 ജനുവരി 9. ഈ പ്രകടനത്തിന് നേരെ പട്ടാളം വെടിവെക്കുകയും നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവമാണ് ഇത് രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ തൊഴിലാളികൾ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ ഒത്തുകൂടിയത്? രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടിട്ടാണ് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് ഒത്തുകൂടിയത്. എന്നാൽ ഇവർക്ക് നേരെ എന്ത് സംഭവിച്ചു? പട്ടാളം വെടിവെക്കുകയും നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവമാണ് എന്തെന്നറിയപ്പെടുന്നത് രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നത്. രക്തരൂഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത് 1905 ജനുവരി 9 എന്ന് ഓർക്കുക. അതായത് ഈ സംഭവം നടക്കുന്നത് 1905 ജനുവരി 9. അതിനാൽ തന്നെ ആ ദിവസമാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? രക്തരൂഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, എന്തായിരുന്നു? റഷ്യയിൽ സ്വേച്ഛാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത്. അപ്പോൾ തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭ്യമായിരുന്നില്ല. അപ്പോൾ അവരെന്തിനു വേണ്ടിയിട്ട് രാഷ്ട്രീയ അവകാശങ്ങൾക്കും സാമ്പത്തിക അസമത്വങ്ങൾക്കെതിരെയും പ്രതികരിക്കാനായിട്ട് അല്ലെങ്കിൽ അവ ആവശ്യപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു? പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് ഒത്തുകൂടി. അവർക്ക് നേരെ പട്ടാളക്കാർ വെടിയുതിർത്തു. അതിൽ നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ആ സംഭവമാണ് ഇത് രക്തരൂഷിതമായ വിപ്ലവം. അപ്പൊ നമ്മൾ ഈ സംഭവങ്ങളെ മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. ഇതിൽ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് ഏതാണ്? ഏത് സ്ഥലമാണ്, അതുപോലെ ഇയർ. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഭാഗത്ത് നിന്നും ഓർത്തിരിക്കേണ്ട കാര്യം. അപ്പോൾ എന്താണ്? 1905 ജനുവരി 9 എന്ന് ഓർക്കുക. അവരൊത്തുകൂടിയത് പെട്രോഗ്രാഡ് എന്ന സ്ഥലത്താണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ രക്തരൂഷിതമായ ഞായറാഴ്ച ബന്ധപ്പെട്ടിരിക്കുന്നത് റഷ്യൻ വിപ്ലവവുമായിട്ടാണ് എന്ന കാര്യവും ഓർത്തു വെക്കുക. ഇനി നമുക്ക് നോക്കാം ഫെബ്രുവരി വിപ്ലവം. നമ്മൾ പറഞ്ഞു റഷ്യൻ വിപ്ലവം 2 പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലൂടെയാണ് അരങ്ങേറിയത് എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെയാണ് ഇത് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായി നടന്ന ആദ്യ വിപ്ലവങ്ങളിൽ ഒന്നാണ് ഇത് ഫെബ്രുവരി വിപ്ലവം അഥവാ മാർച്ച് വിപ്ലവം എന്ന് പറയുന്നത്. നടന്ന വർഷം ഓർത്തിരിക്കുക, പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇയർ നമ്മൾ ഓർത്തിരിക്കണം. 1917 മാർച്ചിലാണ് നടന്നത്. പക്ഷേ റഷ്യൻ കലണ്ടർ പ്രകാരം അത് ഏത് മാസത്തിൽ വരുന്നു? ഫെബ്രുവരിയിൽ വരുന്നു. അതിനാലാണ് അത് എന്തെന്ന് അറിയപ്പെടുന്നത്? ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന സർ നിക്കോളസ് രണ്ടാമന്റെ ഭരണം അട്ടിമറിച്ച് മെൻഷേവിക് നേതാവായ കെരൻസ്കി അധികാരത്തിലെത്തുന്ന സംഭവമാണ് ഇത് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷേവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്ത സംഭവമാണ് എന്ത്? ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായി എതിർത്തത് ആരാണ്? വ്ളാഡിമിർ ലെനിനാണ്. ലെനിനാണ് എന്ത് ചെയ്തത്? ഈ ഗവൺമെന്റിനെ ശക്തമായിട്ട് എതിർത്തത്. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, ഫെബ്രുവരി വിപ്ലവത്തിന്റെ ആ ഒരു പശ്ചാത്തലം ഓർത്താൽ എന്താണ്? അവിടെ ഭരണം നടത്തിയിരുന്ന സർ നിക്കോളാസ് രണ്ടാമനാണ്. അദ്ദേഹത്തിന്റെ ഭരണം അട്ടിമറിച്ച് ആരധികാരത്തിൽ വരുന്നു? മെൻഷേവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കി എന്ത് ചെയ്യുന്നു? അധികാരത്തിൽ വരുന്നു. ആ സംഭവമാണ് ഇത് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. ഫെബ്രുവരി വിപ്ലവം നടന്ന വർഷം പ്രധാനമാണ് 1917 മാർച്ചിലാണ്. അത് റഷ്യൻ കലണ്ടർ പ്രകാരം ഫെബ്രുവരിയിൽ വരുന്നു. അതാണ് എന്ത്? ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒക്ടോബർ വിപ്ലവം എന്താണെന്ന് നോക്കാം. ഒക്ടോബർ വിപ്ലവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്ത്? മെൻഷേവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കി അധികാരത്തിൽ വന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ബോൾഷെവിക്കുകൾക്ക് താൽക്കാലിക ഗവൺമെന്റിനെതിരെ സായുധ കലാപം ആരംഭിച്ച വർഷമാണ് 1917. അതായത് അപ്പോൾ അദ്ദേഹം അധികാരത്തിൽ വന്നത് ആർക്ക്? അത് ശക്തമായി എതിർത്തത് ആരാണ്? ലെനിനാണ് ശക്തമായിട്ട് അതിനെതിരെ പ്രതിഷേധിച്ചത്. ഈ ലെനിൻ ഏത് പാർട്ടിയുടെ നേതാവാണ്? ബോൾഷെവിക് പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരെ സായുധ കലാപം ആരംഭിച്ച വർഷമാണ്. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഏത് വർഷത്തിലാണ്? 1917 എന്ന കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 1917 എന്ത് ചെയ്തു? ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരെ സായുധ കലാപം ആരംഭിച്ചു. കലാപത്തെ തുടർന്ന് രാജ്യം വിട്ടുപോയ മെൻഷേവിക് നേതാവ്, അതായത് ഈ സായുധ കലാപത്തെ തുടർന്ന് ആര് രാജ്യം വിട്ടു? കെരൻസ്കി രാജ്യം വിട്ടുപോയി. കലാപത്തെ തുടർന്ന് റഷ്യയുടെ അധികാരം ബോൾഷെവിക്കുകൾക്ക് ലഭിച്ച സംഭവം അറിയപ്പെടുന്നതാണ്
ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, എന്താണ്, റഷ്യയിൽ ഭരണം നടത്തിയിരുന്നത് സർ ചക്രവർത്തിമാരായിരുന്നു. അവരുടെ ഭരണം അട്ടിമറിച്ച് മെൻഷേവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കി അധികാരത്തിൽ വന്നു. പക്ഷെ ഇതിനെ അദ്ദേഹം അധികാരത്തിൽ വരികയും ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്തു. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച ആളാണ് ബോൾഷെവിക് നേതാവായ ലെനിൻ. അദ്ദേഹം എന്ത് ചെയ്തു? ബോൾഷെവിക്കുകൾ എന്ത് ചെയ്തു? താൽക്കാലിക ഗവൺമെന്റിനെതിരെ ഒരു സായുധ കലാപം ആരംഭിച്ചു 1917. ആ സമയത്ത് തന്നെ നമ്മുടെ കെരൻസ്കി നാട് വിട്ടുപോയി. അദ്ദേഹത്തെ എന്ത് ചെയ്തു? കലാപത്തെ തുടർന്ന് രാജ്യം വിട്ടുപോയി. പിന്നീട് എന്ത് സംഭവിച്ചു? റഷ്യയുടെ അധികാരം ബോൾഷെവിക്കുകൾക്ക് ലഭിച്ചു. ആ സംഭവം അറിയപ്പെടുന്നതാണ് ഒക്ടോബർ വിപ്ലവം എന്നത്. അപ്പോൾ ഈ സംഭവം നടക്കുന്നതും ഏത് വർഷമാണ്? 1917. റഷ്യൻ കലണ്ടർ പ്രകാരം അത് ഒക്ടോബറിൽ വരുന്നതിനാലാണിത് ഒക്ടോബർ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് രൂപം നൽകിയ ക്യാബിനറ്റിന്റെ അധ്യക്ഷനാണ് ആര്? ലെനിൻ എന്ന് ഓർക്കുക. കാരണം ബോൾഷെവിക്കുകളുടെ നേതാവാണ് ലെനിൻ. അദ്ദേഹമാണ് ആ ക്യാബിനറ്റിന്റെ അധ്യക്ഷൻ എന്ന കാര്യവും നമ്മൾ ഓർത്തു വയ്ക്കുക. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ASM അങ്ങനെ പ്രധാനപ്പെട്ട എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് മിൻറ്റിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ്, അതുപോലെ SC ആർട്ടിഫാക്ട്സ്, മോക്ക് ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങിയ ഒരു കോഴ്സാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ലെനിനെ കുറിച്ചിട്ട് നോക്കാം. റഷ്യൻ വിപ്ലവത്തിൻ്റെ നേതാവാണ് ആര്? ലെനിൻ അല്ലേ? അദ്ദേഹം റഷ്യൻ വിപ്ലവത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ലെനിനാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. യഥാർത്ഥ നാമം വ്ളാഡിമിർ ഇലിച്ച് ഉലിയാനോവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. വ്ളാഡിമിർ ഇലിച്ച് ഉലിയാനോവ് എന്നതാണ് ആരുടെ പേര്? ലെനിൻ്റെ യഥാർത്ഥ നാമം. 1919 മോസ്കോവിൽ 3ാം ഇന്റർനാഷണൽ വിളിച്ചുകൂട്ടിയ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ലെനിനാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. 1919 മോസ്കോ, അവിടെ എന്ത് നടന്നു? 3ാം ഇന്റർനാഷണൽ വിളിച്ചുകൂട്ടിയ നേതാവാണ് ലെനിൻ. അതുപോലെ സോവിയറ്റ് യൂണിയന്റെ ആദ്യ പ്രീമിയർ എന്ന് പറയുന്നതും ലെനിനാണ്. അപ്പോൾ ഓർക്കുക, റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ്, യഥാർത്ഥ നാമം വ്ളാഡിമിർ ഇലിച്ച് ഉലിയാനോവ്. 1919 മോസ്കോവിൽ 3ാം ഇന്റർനാഷണൽ വിളിച്ചുകൂട്ടിയ നേതാവ്, സോവിയറ്റ് യൂണിയന്റെ ആദ്യ പ്രീമിയർ. ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ലെനിനാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചു ആര്? ലെനിൻ വിശേഷിപ്പിച്ചു. റഷ്യയിൽ യുദ്ധകാല കമ്മ്യൂണിസം, പുത്തൻ സാമ്പത്തിക നയം മുതലായവ നടപ്പിലാക്കിയത് ആരാണ്? ലെനിനാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. റഷ്യയിൽ യുദ്ധകാല കമ്മ്യൂണിസം, അതുപോലെ പുത്തൻ സാമ്പത്തിക നയം മുതലായവ നടപ്പിലാക്കിയത് ലെനിനാണ്. അദ്ദേഹം ആരംഭിച്ച പത്രമാണ് ഇസ്ക്ര എന്നത്, അതും ഓർത്തിരിക്കുക. ചുവപ്പ് കാവൽ സേന എന്ന സൈനിക വിഭാഗം രൂപീകരിച്ചത് അദ്ദേഹമാണ്. ചുവപ്പ് കാവൽ സേന, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ അധികം ഓർത്തിരിക്കേണ്ട ഒരു ഫാക്ട്സ് ആണ്. കാരണം PYQസിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഫാക്റ്റാണ് ഇത്. ചുവപ്പ് കാവൽ സേന എന്ന സൈനിക സംഘം രൂപീകരിച്ചത് ലെനിനാണ്. അന്തരിച്ച വർഷം 1924 അദ്ദേഹം അന്തരിച്ചത്. ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് റെഡ് സ്ക്വയർ. ഓർത്തിരിക്കുക, റെഡ് സ്ക്വയറിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ലെനിനാണ്. റഷ്യയിൽ യുദ്ധകാല കമ്മ്യൂണിസം, പുത്തൻ സാമ്പത്തിക നയം മുതലായവ നടപ്പിലാക്കി. അദ്ദേഹം ആരംഭിച്ച പ്രധാനപ്പെട്ട പത്രമാണ് ഇസ്ക്ര എന്നത്. ചുവപ്പ് കാവൽ സേന എന്ന സൈനിക വിഭാഗം രൂപീകരിച്ചു. അന്തരിച്ച വർഷം 1914. ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം ചോദിച്ചാൽ റെഡ് സ്ക്വയർ ആണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. സമരങ്ങൾ നടത്താനായി വിപ്ലവ സമയത്ത് റഷ്യയിൽ രൂപീകരിച്ച തൊഴിലാളികളുടെ സംഘങ്ങളാണ് എന്തെന്നറിയപ്പെടുന്നത്? സോവിയറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? സമരങ്ങൾ നടത്താനായി വിപ്ലവ സമയത്ത് റഷ്യയിൽ രൂപീകരിച്ച തൊഴിലാളികളുടെ സംഘങ്ങൾ അറിയപ്പെടുന്നതാണ് ഇത് സോവിയറ്റുകൾ എന്നത്. വർഷങ്ങളായി പിന്നാക്കാവസ്ഥയിലായിരുന്ന റഷ്യയെ സാമ്പത്തിക, ശാസ്ത്ര, സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിക്കുവാൻ സഹായിച്ച വിപ്ലവം കൂടിയാണ് ഇത് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. എന്താണ്? വർഷങ്ങളായിട്ട് റഷ്യ എന്തായിരുന്നു? സാമ്പത്തിക, ശാസ്ത്ര, സാങ്കേതിക രംഗങ്ങളിൽ എന്തായിരുന്നു? പിന്നോക്ക അവസ്ഥയിലായിരുന്നു. ഓർത്തിരിക്കുക, സാമ്പത്തിക, ശാസ്ത്ര, സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിക്കുവാൻ റഷ്യയെ സഹായിച്ച വിപ്ലവമാണ്
റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവത്തെ തുടർന്നാണ് വ്യത്യസ്ത സോവിയറ്റ് യൂണിയൻ, അതായത് USSR രൂപീകൃതമായത്. USSR രൂപീകൃതമായത് എന്താണ്? സോവിയറ്റ് യൂണിയൻ, അതായത് സോവിയറ്റ് യൂണിയൻ ആണ് എന്തെന്നറിയപ്പെടുന്നത്? USSR എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് രൂപീകൃതമായത് റഷ്യൻ വിപ്ലവത്തെ തുടർന്നാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. സമരങ്ങൾ നടത്താനായി വിപ്ലവ സമയത്ത് റഷ്യയിൽ രൂപീകരിച്ച തൊഴിലാളികളുടെ സംഘങ്ങളാണ് സോവിയറ്റുകൾ. വർഷങ്ങളായി പിന്നാക്കാവസ്ഥയിലായിരുന്ന റഷ്യയെ സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിക്കുവാൻ സഹായിച്ച വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് വ്യത്യസ്ത സോവിയറ്റ് യൂണിയനുകൾ രൂപീകൃതമായത് എന്ന കാര്യം ഓർത്തിരിക്കുക. റഷ്യൻ വിപ്ലവത്തെ തുടർന്നാണ് വ്യത്യസ്ത സോവിയറ്റ് യൂണിയൻ രൂപീകൃതമായത്. സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്ന വർഷം ഓർത്തിരിക്കുക 1922. അതുപോലെ റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് പുതിയ ഭരണഘടന നിലവിൽ വന്ന വർഷം, അതും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഏതാണ്? 1924. 2 വർഷം കഴിഞ്ഞ് റഷ്യയിൽ എന്ത് വന്നു? ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ട വർഷവും ഓർത്തിരിക്കുക, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുക. എത്രയാണ്? 1991. അപ്പോൾ നമുക്ക് നോക്കാം. സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്ന വർഷം 1922. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് പുതിയ ഭരണഘടന നിലവിൽ വന്ന വർഷം 1924. സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ട വർഷം 1991. PSC പരീക്ഷകളൊക്കെ കാര്യമായിട്ട് നോക്കുന്ന ആളുകളാണെങ്കിൽ മിൻറ്റ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. QR കോഡ് സ്കാൻ ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ജോയിൻ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.